ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹു ഒരുപാട് മഹത്വങ്ങൾ നൽകിയ നബിയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. കാരണം ഇബ്രാഹിം നബിയുടെ പേര് പറയുമ്പോൾ തന്നെ നമ്മൾ പറയുന്നത് ഖലീലുല്ലാഹി ഇബ്രാഹിം. അല്ലാഹു ഖലീൽ എന്ന് പറയുന്ന വലിയ സ്ഥാനപ്പേര്, ഖലീലുല്ലാഹ് എന്ന് പറയുന്ന വലിയ സ്ഥാനപ്പേര് നൽകിയ നബിയാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. എന്താണ് സ്വഭാവം എന്നറിയോ? ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ ആരെങ്കിലും ഇബ്രാഹിം നബി കൂടെ കൂട്ടും. ഒറ്റക്ക് ഭക്ഷണം കഴിക്കൂല, ആരെങ്കിലും കൂടെ കൂട്ടും. അവ ഭക്ഷണത്തിന്റെ സമയമായി കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങും. ആരും കിട്ടിയിട്ടില്ലെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ആരെങ്കിലും ഒക്കെ ഉണ്ടോ എന്ന് ഇങ്ങനെ അന്വേഷിച്ച് നടക്കും. എന്നിട്ട് അവരെ പോയി കൂട്ടിക്കൊണ്ടുവന്നിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഇബ്രാഹിം നബിയോട് കൂടെ കൂട്ടിയിട്ട് രണ്ടുപേരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കും. ചിലപ്പോ രണ്ടാവും മൂന്നാവും, അങ്ങനെ കിട്ടുന്ന ആളുകളെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് ഭക്ഷണത്തിൽ കൂടെ കൂട്ടും. ഒറ്റക്ക് ഭക്ഷണം കഴിക്കും. അങ്ങനെ ഉണ്ടല്ലോ നമ്മള്, ചില ആളുകളൊക്കെ അങ്ങനെ ഉണ്ട്. ഒറ്റക്ക് ഹോട്ടലിൽ പോകൂല, കൂൾ ബാറിൽ പോകൂല, കൂടെ ആരെങ്കിലും ഒക്കെ കൂട്ടും. ചിലപ്പോ ഫാമിലി ആയിരിക്കും, ചിലപ്പോ പുറത്തുള്ളവരായിരിക്കും, കൂട്ടുകാരന്മാരായിരിക്കും, അങ്ങനൊക്കെ ഉണ്ട്. ഏതായാലും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സ്വഭാവം ഇങ്ങനെയാണ്. ഒറ്റക്ക് ഭക്ഷണം കഴിക്കൂല, വീട്ടിലേക്ക് ആരെങ്കിലും കൂട്ടിക്കൊണ്ടുവരും. ഒരു ദിവസം ഇതുപോലെ ഭക്ഷണത്തിന്റെ സമയമായപ്പോൾ പുറത്തിറങ്ങി, ആരെയും കിട്ടാനില്ല. ഇബ്രാഹിം നബിക്ക് വല്ലാത്ത വിഷമമായി. ആരെങ്കിലൊക്കെ കിട്ടണമല്ലോ ഭക്ഷണം കഴിക്കാൻ. ഒറ്റക്ക് കഴിക്കുന്നത് ഇബ്രാഹിം നബിക്ക് ഇഷ്ടമല്ല. ആരെങ്കിലും കിട്ടണം എന്നുള്ള നിലക്ക് കുറെ വീടിന് പുറത്തിറങ്ങി പരിധി നോക്കി, അന്വേഷിച്ചു നോക്കി, തെരഞ്ഞു നോക്കി, കിട്ടാനില്ല ആരെയും. അങ്ങനെ വിഷമത്തോടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വീട്ടിലേക്ക് മടങ്ങി വരികയാണ്. വീട്ടിലേക്ക് മടങ്ങി വരുന്ന സമയത്ത് വീടിന്റെ സിറ്റ് ഔട്ടിൽ ഉമ്മറപ്പടിയിൽ ഒരു ചെറുപ്പക്കാരൻ ഇരിക്കുന്നുണ്ട്. ഇബ്രാഹിം നബിക്ക് സന്തോഷമായി. അൽഹംദുലില്ലാഹ്, ഇന്നിപ്പോ ഇയാളെ കൂടെ കൂട്ടാം. ഏതായാലും സന്തോഷത്തോടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ അദ്ദേഹത്തോട് സലാം പറഞ്ഞു. സലാം മടക്കി ചോദിച്ചു, നിങ്ങൾ ആരാ? നിങ്ങൾ എന്താണ് ഇവിടെ ഇരിക്കുന്നത്? അപ്പൊ പറഞ്ഞു, ഇബ്രാഹിം നബി ഒരു സ്വഭാവം ഉണ്ടല്ലോ, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ആരെങ്കിലും കൂടെ കൂട്ടിയിട്ടല്ലേ നിങ്ങൾ ഭക്ഷണം കഴിക്കുള്ളൂ. അപ്പൊ ഇന്നത്തെ ദിവസം ഞാൻ കൂടെ കൂടാന്ന് വിചാരിച്ചു വന്നതാണ്. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അടുത്ത വഴിക്ക് ചോദിച്ചു, എന്റെ വീടിന്റെ ഉമ്മറപ്പടിയിൽ കയറിയിരിക്കാൻ നിങ്ങൾക്ക് ആരാണ് അനുമതി തന്നത്? എന്റെ വീട്ടിലേക്ക് കയറണമെങ്കിൽ എന്റെ സമ്മതം വേണ്ടേ? അങ്ങനെയാകണം. നമ്മൾ മറ്റൊരാളുടെ വീട്ടിലേക്ക് കയറണമെങ്കിൽ ആ വീട്ടുകാരുടെ സമ്മതം വാങ്ങിയിട്ടേ നമ്മൾ കയറാവൂ. കോളിംഗ് ബെൽ അടിച്ചിട്ട് അല്ലെങ്കിൽ വീടിന്റെ കതക് മുട്ടി സമ്മതം ചോദിച്ചു, സലാം പറഞ്ഞ് സമ്മതം ചോദിച്ചിട്ട് നമ്മൾ വീട്ടിലേക്ക് കയറാവൂ. അങ്ങനെ ആയിരിക്കണം. ഇബ്രാഹിം നബി ചോദിക്കുകയാണ്, ഒക്കെ ശരി തന്നെയാണ്, സന്തോഷം. പക്ഷെ എന്റെ വീടിന്റെ ഉമ്മറപ്പടിയിൽ കയറിയിരിക്കാൻ നിങ്ങൾക്ക് ആരാണ് അനുമതി തന്നത്? സമ്മതം തന്നത് ആരാണ്? എന്നോട് ചോദിച്ചിട്ട് വേണ്ടേ കയറിയിരിക്കാൻ? നിങ്ങൾ ആരാ? ആ സമയത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ആ ചെറുപ്പക്കാരൻ പറഞ്ഞ വളരെ കൗതുകകരമായ ഒരു മറുപടി, ഇബ്രാഹിം നബിയെ, ഞാൻ അല്ലാഹുവിന്റെ സമ്മതപ്രകാരമാണ് ഇങ്ങോട്ട് വന്നത്. എന്നെ ഇങ്ങോട്ട് അയച്ചത് എന്റെ രക്ഷിതാവായ അഖിലാണ്ടത്തിന്റെ അധവനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് അയച്ചത്. ഇബ്രാഹിം നബി അത്ഭുതപ്പെട്ടുപോയി. അല്ലാഹ് അയച്ച ആളാണോ? പടച്ചോൻ അയച്ച ആളാണോ? ആരാണ് നിങ്ങൾ? വലിയ കൗതുകായി, അത്ഭുതപ്പെട്ടു പോയി. അള്ളാഹിന്റെ സമ്മതം ഉണ്ടെങ്കിൽ പിന്നെ പ്രശ്നമല്ലല്ലോ. ആരാണ് നിങ്ങൾ? അള്ളാഹു അയക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ അതിന് മാത്രം പ്രധാനപ്പെട്ട ഒരാളായിരിക്കുമല്ലോ. ആരാണ് നിങ്ങൾ? ആരാണ്? ആ സമയത്ത് ആ ചെറുപ്പക്കാരനായ മനുഷ്യൻ പറയുകയാണ്, അന മലക്കുൽ മൗത്ത്, മലക്ക് അസ്റായീൽ. ഞാൻ മലക്കുൽ മൗത്ത് അസ്റായീലാണ് നബിയേ, ഞാൻ മലക്കുൽ മൗത്ത് അസ്റായീലാണ് നബിയേ.
ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം വളരെ കൗതുകത്തോടുകൂടെ ചോദിക്കുന്നു, അസ്രായീലേ, എന്തിനാണ് നിങ്ങൾ ഇങ്ങോട്ട് വന്നത്? എന്തിനാണ് അല്ലാഹു നിങ്ങളെ ഇങ്ങോട്ടേക്ക് അയച്ചത്? എന്റെ റൂഹ് പിടിക്കാനാണോ? എന്നെ ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന സമയമായതുകൊണ്ട് എന്റെ റൂഹ് പിടിക്കാനാണോ നിങ്ങളെ അയച്ചിട്ടുള്ളത്? എന്റെ റൂഹ് പിടിക്കാനാണോ അസ്രായീൽ? എന്റെ മരണത്തിന്റെ അവധിയെത്തിയോ? എന്റെ അവധിയെത്തിയോ? എന്റെ സമയമായോ? എന്റെ റൂഹ് പിടിക്കാവുന്നതാണോ? ആ സമയത്ത് അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, നബിയേ, പേടിക്കണ്ട നബിയേ, ഞാൻ അങ്ങയുടെ റൂഹ് പിടിക്കാൻ വന്നതല്ല. അങ്ങയുടെ റൂഹ് പിടിക്കാൻ സമയമായിട്ടില്ല നബിയേ. എന്നെ അല്ലാഹു അയച്ചത് അതിനൊന്നുമല്ല, നിങ്ങളോട് ഒരു സന്തോഷ വാർത്ത അറിയിക്കാനുണ്ട്. ആ സന്തോഷ വാർത്ത അറിയിക്കാനാണ് ഞാൻ നിങ്ങളുടെ കൂടെ വന്നത് എന്ന്, നിങ്ങളുടെ അടുത്തേക്ക് വന്നത് എന്ന് മലക്കുൽ മൗത്ത്, മലക്ക് അസ്രായീൽ അലൈഹിസ്സലാം റൂഹ് പിടിക്കാനൊന്നും വന്നല്ല, ഒരു സന്തോഷ വാർത്ത പറയാനുണ്ട്, അത് പറയാൻ വേണ്ടി വന്നാണ്. ചോദിച്ചു, എന്താണ് ആ സന്തോഷ വാർത്ത? പറയൂ അസ്രായീൽ, എന്താണ് ആ സന്തോഷ വാർത്ത? അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ചില പ്രത്യേകക്കാരായ അടിമകൾക്ക് അല്ലാഹു കൊടുക്കുന്ന ചില വളരെ മഹത്വമേറിയ സ്ഥാനമുണ്ട്. ആ സ്ഥാനം അല്ലാഹു നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഖലീലുല്ലാഹ്, അല്ലാഹുവിന്റെ ഖലീലാണ് നബിയേ, അല്ലാഹുവിന്റെ ഖലീലാണ് നബിയേ അങ്ങള്. ഖലീലുല്ലാഹ് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ കൂട്ടുകാരൻ, അല്ലാഹു ചേർത്ത് വെച്ച് പറയുന്ന അല്ലാഹുവിന്റെ കൂട്ടുകാരൻ. ഖലീലുല്ലാഹ്, അല്ലാഹുവിന്റെ കൂട്ടുകാരൻ എന്നാണ് അതിന്റെ അർത്ഥം. ആ ഒരു സ്ഥാനപ്പേര് അങ്ങേക്ക് അല്ലാഹു നൽകിയിട്ടുണ്ട്. അത് ചില പ്രത്യേകക്കാർക്ക് മാത്രം അല്ലാഹു നൽകുന്നതാണ്. ആ ഒരു സ്ഥാനപ്പേര് അങ്ങേക്ക് നൽകിയിട്ടുണ്ട് അല്ലാഹു തആല. അത് അങ്ങയെ അറിയിക്കാനാണ്, ആ സന്തോഷം അങ്ങയെ അറിയിക്കാനാണ് ഞാൻ ഇവിടെ വന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ചേർത്തിയിട്ട് ഖലീലുല്ലാഹ്, അല്ലാഹുവിന്റെ കൂട്ടുകാരനായി, അല്ലാഹുവിന്റെ കൂട്ടുകാരനായി അല്ലാഹു പരിചയപ്പെടുത്തിയ നബിയാണ് ഖലീലുല്ലാഹി നബി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇത് കേട്ടപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൽ സന്തോഷമാവുകയാണ്, സന്തോഷത്തിന്റെ കണ്ണുനീര് വരികയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചു, അസ്രായീലേ, എന്തിന്റെ കാരണത്താലാ എനിക്ക് അല്ലാഹു ഇത്രമേൽ സ്ഥാനം തന്നത്? ഈ ഒരു പദവി തരാനുള്ള കാരണമെന്താണ്? ബഹുമാനപ്പെട്ട അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, നബിയേ, അങ്ങേക്ക് ഈ മഹത്വം അല്ലാഹു തരാനുള്ള കാരണം അത് അങ്ങയുടെ സ്വഭാവമാണ് നബിയേ, അങ്ങയുടെ സ്വഭാവമാണ് നബിയേ. എന്ത് സ്വഭാവമാണ് അസ്രായീലേ? ഞാൻ എന്ത് ചെയ്തതിന്റെ പേരിലാണ് അസ്രായീലേ? അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യാറുണ്ട്. അതിലേത് പ്രവർത്തനമാണ് അല്ലാഹു ഇഷ്ടപ്പെട്ടത്? അതിലേത് പ്രവർത്തനത്തിന്റെ പേരിലാണ് അല്ലാഹു എനിക്ക് ഈ സ്ഥാനം തന്നത്? മലക്കുൽ മൗത്ത്, മലക്ക് അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, ഇബ്രാഹിം നബിയേ, അങ്ങ് ഭക്ഷണം കഴിക്കുമ്പോ ഒറ്റക്ക് ഭക്ഷണം കഴിക്കാറില്ലല്ലോ, ആരെങ്കിലും കൂടെ കൂട്ടിയിട്ടാണല്ലോ അങ്ങ് ഭക്ഷണം കഴിക്കാറുള്ളത്. ആരെയും കിട്ടിയില്ലെങ്കിൽ വീടിന്റെ പുറത്തേക്ക് പോയിട്ട് ആരെങ്കിലും കിട്ടുമോ? ഏതെങ്കിലും
ഏതെങ്കിലും പാവപ്പെട്ട മനുഷ്യനുണ്ടോ? ആരെങ്കിലും കിട്ടുമോ എന്ന് അന്വേഷിച്ച് പരതിയിട്ട് അവരെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് അങ്ങ് ഭക്ഷിപ്പിക്കാറുണ്ടല്ലോ, അങ്ങയുടെ കൂടെ ഇരുത്തിയിട്ട് ഭക്ഷണം കൊടുക്കാറുണ്ടല്ലോ. ആ ഒരു സ്വഭാവം അല്ലാഹു ഇഷ്ടപ്പെട്ടു പോയി നബിയേ. അത് അല്ലാഹുവിന് വലിയ ഇഷ്ടമായി നബിയേ. അങ്ങയുടെ ആത്മാർത്ഥമായുള്ള സ്നേഹത്തിന്റെ സൽക്കാരം അല്ലാഹു ഇഷ്ടപ്പെട്ടു പോയി നബിയേ. അത് കാരണമാണ് അല്ലാഹു നിങ്ങൾക്ക് ഈ സ്ഥാനം തരാനുള്ള കാരണം. എന്തൊരു മഹത്വമുള്ള സ്ഥാനമാ ഖലീലുല്ലാഹ്, അല്ലാഹുവിന്റെ കൂട്ടുകാരൻ എന്നുള്ള സ്ഥാനം ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് കിട്ടുമ്പോ ഇബ്രാഹിം നബി സന്തോഷത്തോടെ കണ്ണുനീരൊഴുക്കുകയാണ്. ഈമാനുള്ള ഉമ്മ, മതദേ മടവൂരെന്ന നമ്മുടെ മജ്‌ലിസ് ഒരു ദിവസം പോലും മുടങ്ങാതെ കേൾക്കുന്ന ഉമ്മ, ഇത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനുള്ള സ്ഥാനമാണെങ്കിൽ നമുക്കുമില്ലേ അവസരം? നമുക്കും ഇത്തരത്തിലുള്ള സൽക്കർമ്മങ്ങൾ ചെയ്തിട്ട് അല്ലാഹുവിന്റെ പ്രീതി, അല്ലാഹുവിന്റെ ഇഷ്ടം കരസ്ഥമാക്കാമല്ലോ. അതേ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്ന ആളുകള്, യാത്രക്കാർ, നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്ന അതിഥികള്, അവർക്ക് ഭക്ഷണം കൊടുത്ത് സ്നേഹത്തോടെ സൽക്കരിച്ച്, നമ്മുടെ നാട്ടിൽ ജോലി ചെയ്യുന്ന ഉസ്താദുമാർ, നമ്മുടെ നാട്ടിൽ ഇൽമു പഠിക്കുന്ന മുതഅല്ലിമീങ്ങള്, ഹാഫിളീങ്ങള്, അവർക്കൊക്കെ ഭക്ഷണം കൊടുക്കുമ്പോ അതിനുള്ള മഹത്വം എത്രയാണ്, അതിനൊക്കെയുള്ള മഹത്വം എത്രയാണ്. ഒരാൾക്ക് ഭക്ഷണം കൊടുക്കാനുള്ള ഒരു അവസരം അത് നഷ്ടപ്പെടുത്തി കളയരുത്. നമുക്കതിന് സാധിക്കുമെങ്കിൽ നമ്മൾ കൊടുക്കണം. കാരണം അതിന് വലിയ പ്രതിഫലമുണ്ട്. അല്ലാഹുവിന് വലിയ ഇഷ്ടമുള്ള ഒരു അമലാണ്, വലിയ ഇഷ്ടമാണ് റബ്ബിന്. അതുകൊണ്ടല്ലേ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനെ വിളിച്ചു കൂട്ടിയിട്ട് പറയുകയാണ്, സ്വഹാബാ, അത് ഇബ്രാഹിം നബിക്ക് മാത്രമുള്ള സ്ഥാനപ്പേരാണോ? അല്ല, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് മാത്രമുള്ളതല്ലല്ലോ. ഹബീബായ തങ്ങൾ സ്വഹാബത്തിനെ വിളിച്ചു കൂട്ടിയിട്ട് പറയുകയാണ്, സ്വഹാബാ, നിങ്ങളുടെ കൂട്ടത്തിൽ ചില അല്ലാഹുവിന്റെ ഖലീലുകളുണ്ട്. നിങ്ങളുടെ കൂട്ടത്തിൽ ചില അല്ലാഹുവിന്റെ ഖലീൽ, അല്ലാഹുവിന്റെ കൂട്ടുകാർ എന്ന സ്ഥാനപ്പേര് കിട്ടിയ ചില ആൾക്കാർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. സ്വഹാബ, നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ഇതാണ് ആ സ്വഭാവക്കാർ. അത് ഇതുപോലെ ഭക്ഷണം കൊടുക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പതിവാക്കേണ്ട ഒരു സ്വഭാവമാണ് മറ്റുള്ളവരെ സൽക്കരിക്കുക, ഭക്ഷിപ്പിക്കുക എന്നുള്ളത്. അല്ലാഹ് നിങ്ങൾക്ക് തൗഫീഖ് നൽകണേ. അല്ലാഹു നമുക്ക് സൗഭാഗ്യം തരട്ടെ. അല്ലാഹു നമുക്ക് സൗഭാഗ്യം നൽകുമാറാവട്ടെ. അപ്പൊ ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ പതിവാക്കേണ്ട അമലുകൾ, ഇതാണ് നമ്മുടെ വിഷയം. അതിൽ ഒന്നാമതായി നമ്മൾ പറഞ്ഞു, ഭക്ഷിപ്പിക്കുക പാവപ്പെട്ടവനെ. ഇനി പാവാണെങ്കിലും അല്ലെങ്കിലും, സാധു ആണെങ്കിലും അല്ലെങ്കിലും, മറ്റുള്ളവരെ കാണുമ്പോൾ ഭക്ഷണം കിട്ടാത്തവരെ ഭക്ഷിപ്പിക്കുക, സ്നേഹത്തോടെ സൽക്കാരം കൊടുക്കുക. ഇത് വലിയ പുണ്യമുള്ള അമലാണ്. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് ഓരോ ക്ലാസുകളിലും അമലുകൾ, അതുപോലെ തന്നെ വുളൂ, നിസ്കാരം തുടങ്ങിയ ഫിഖ്ഹിന്റെ മസ്അലകൾ, ഇതൊക്കെ നമുക്ക് ഒരു ദിവസം പതിവാക്കേണ്ട അമലുകൾ. ഈ വിഷയത്തിൽ നമുക്ക് ഓരോ ദിവസവും ചർച്ച ചെയ്യണം. കഴിയുന്നിടത്തോളം ഇൻഷാ അല്ലാഹ് കഴിയുന്ന ദിവസങ്ങളിലൊക്കെ നമുക്കത് ചർച്ച ചെയ്യണം. ഏതെങ്കിലും പറഞ്ഞില്ല എന്ന് വിചാരിച്ചിട്ട് ഇന്നെന്തേ പറഞ്ഞില്ല എന്ന് വിചാരിക്കണ്ട. ഇൻഷാ അല്ലാഹ് കഴിയുന്ന ദിവസങ്ങളിലൊക്കെ നമ്മൾ പറയും. ഇൻഷാ അല്ലാഹ് പഠിക്കാൻ തൗഫീഖ് നൽകട്ടെ. നാളത്തെ ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ പറയുന്നത് വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് കടക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അത് ചില സ്വഭാവക്കാരാണ്. ആ സ്വഭാവത്തിന്റെ ഉടമകളെ പറ്റിയിട്ട് നാളത്തെ ക്ലാസ്സിൽ നമ്മൾ പറയും. ഇൻഷാ അല്ലാഹ് പഠിക്കേണ്ട നമുക്ക് ഇൻഷാ അല്ലാഹ് പറയല്ലോ. ഇൻഷാ അല്ലാഹ് പറയും, വിചാരണയില്ലാതെ, അത് വല്ലാത്തൊരു തൗഫീഖല്ല. വിചാരണ കൂടാതെ ഒരു വിഭാഗം ആളുകൾ അവർ സ്വർഗത്തിലേക്ക് പാറിപ്പറന്നു പോകും.
ആ ഒരു വിഭാഗം ആളുകളെ നാളത്തെ ക്ലാസ്സിൽ നമുക്ക് പറയണം. അവർക്ക് ഒരു സ്വഭാവമുണ്ട്, അത് കാരണമാണ് അവർക്ക് വിചാരണയില്ലാത്ത സ്വർഗം കിട്ടിയത്. അത് നമുക്ക് നാളത്തെ ക്ലാസ്സിൽ പറയണം. ഇൻഷാ അല്ലാഹ് പറയുന്നത് അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവേ, ജീവിക്കുന്നിടത്തോളം കാലം ഇസ്സത്തോടെ ജീവിച്ച് ഈമാനോടെ മരിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. ജല്ല ജലാലല്ലാഹ്, ജയം നിന്നിൽ മാത്രമല്ലാഹ്. ജനനം നിൻ ഖുദ്റത്തല്ലേ, ജനിച്ചാൽ മരണമില്ലേ. മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ഒരുപാട് അംബിയാക്കൾ, അതിലേറെ ഔലിയാക്കൾ. ഒരുപാട് അംബിയാക്കൾ, അതിലേറെ ഔലിയാക്കൾ. അവരെല്ലാം മൗത്തായില്ലേ, ആഴം ഖബറിലല്ലേ. മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ഇന്നലെ ജീവിതത്തിൽ ഇന്നാദാ പള്ളിക്കാട്ടിൽ, ഇന്നലെ ജീവിതത്തിൽ ഇന്നാദാ പള്ളിക്കാട്ടിൽ. നാളെ മഹ്ശറയിൽ നാദന്റെ ജയിലറയിൽ. മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. മരിക്കാതെ ബാക്കിയെങ്കിൽ ജീവിച്ചിരിക്കാമെങ്കിൽ, മരിക്കാതെ ബാക്കിയെങ്കിൽ ജീവിച്ചിരിക്കാമെങ്കിൽ. മുത്ത് റസൂലവിടെ ഉത്തമരും അവരല്ലേ. മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ ഇൻഷാ അല്ലാഹ്.